ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഹൊറർ മിസ്റ്ററി ഡ്രാമ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി സൂപ്പർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചില ക്രൈം ത്രില്ലർ മൂവീസ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ താഴെ ടൈറ്റിലായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ. മഷിയിട്ട് നോക്കിയാലും അല്ലെങ്കിൽ തല കുത്തി നിന്നാലും നിങ്ങൾക്ക് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ലാന്ന്. അതെനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അതുപോലുള്ളൊരു ടൈറ്റിൽ അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ദേ ഈ കാണാൻ പോകുന്ന ഈ മൂവിക്കും അതേ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇനി എത്ര മഷിയിട്ട് നോക്കിയാലും ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടി നോക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അധികം താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ അപ്പാർട്ട്മെന്റ്, അതും രാത്രി സമയം. ആ അപ്പാർട്ട്മെന്റിന്റെ താഴെയായിട്ട് ഈ പഴയ സാധനങ്ങളെല്ലാം ഇട്ട് കത്തിക്കുന്ന ഒരു വലിയ ഫർണസ് ഉണ്ടല്ലോ, അതുപോലുള്ള ഒരു ഫർണസിൽ എന്തോ ഒരു കാര്യമായിട്ട് കത്തിക്കുന്നു. ഇപ്പൊ ആ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു സ്കൂൾ ടീച്ചർ തന്റെ റൂമിനടുത്തേക്ക് നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്ന് ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി കീ അതിലേക്ക് കൊടുക്കുന്നതും കീ അതിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഉണ്ടല്ലോ, അയാൾ അവിടേക്ക് വന്നിട്ട്, ഹായ് മാഡം, നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നിങ്ങൾക്ക് കാല് വയ്യാത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവരിപ്പോൾ എങ്ങനെയുണ്ട് എന്നെല്ലാം ഈ ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. അപ്പോൾ ആ ടീച്ചർ പറയും, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അല്ല ഇപ്പം എന്താ വരാൻ കാരണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് മാനേജർ പറയുന്നത്, ഇല്ല മേഡം, സാധാരണ ഇല്ല മേഡം, വേറെ ഒന്നുമല്ല, ഈ ഒരു അപ്പാർട്ട്മെന്റിലെ ഓരോ റൂമിലും ഒരു മാസ്റ്റർ കീ ഉണ്ടാവുമല്ലോ, അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എല്ലാ വീടുകളിലെ ലോക്ക് മൊത്തത്തിൽ മാറാന്ന് വിചാരിച്ചു, എല്ലാവരുടെ സേഫ്റ്റിക്ക് അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ മാനേജർ തന്നെ പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല്, അല്ല മേഡം, ഇവിടെ ഞങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു വാടകയേക്കാൾ കുറവ് വാടക മറ്റൊരു അപ്പാർട്ട്മെന്റിൽ വാങ്ങിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. അല്ല അവിടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മാനേജർ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നല്ലേ. ഈ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനെ പോലെ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും വാടക കുറച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ വാടക കുറച്ച് അധികം വാങ്ങിക്കാലോ എന്നുള്ളൊരു രീതിയിലാണ് പഴയ ആൾക്കാരെ എല്ലാവരെയും പറഞ്ഞു വിടാനായിട്ട് ഈ ഒരു മാനേജർ ഇതുപോലെ കാര്യം പറയുന്നത്. അപ്പോൾ ടീച്ചർ പറയും, ഓക്കെ, എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞ് ടീച്ചർ അകത്തേക്ക് കയറി പോകുന്നതും ഈ മാനേജർ പറഞ്ഞ ടീച്ചറിന്റെ കാലുവയ്യാത്ത ആ ഒരു സഹോദരനുണ്ടല്ലോ, ആ സഹോദരനും ഇതേ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഇപ്പോൾ ടീച്ചറിന്റെ സഹോദരനാണെങ്കിൽ നല്ലതുപോലെ മിണ്ടാൻ പോലും കഴിയത്തില്ല, അതുപോലെ എന്തോ ഒരു അസുഖമാണ്. അതുകൊണ്ട് ടീച്ചർ വന്നിട്ട് തന്റെ സഹോദരന് ആഹാരം എല്ലാം കൊടുത്ത്, ഓക്കെ മോനെ, നീ എന്തായാലും നല്ല റെസ്റ്റ് എടുക്കുക, നിനക്ക് ഞാൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഗ്രാം ഫോൺ ഉണ്ടല്ലോ, അതിൽ ഒരു പഴയ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും കുറേ നേരം ആ ഒരു പാട്ട് കേട്ട് കിടന്നിട്ട് പെട്ടെന്ന് ആ സഹോദരൻ എന്തോ ഒരു കാര്യം റൂമിനകത്ത് കാണുന്നുണ്ട്. എന്നിട്ട് അവൻ അങ്ങനെ പേടിക്കുന്നതും ഇപ്പോൾ നമ്മുടെ ടീച്ചർ പ്ലേ ചെയ്തിട്ട് വന്ന ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതങ്ങ് ഓഫ് ആവുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയാതെ ടീച്ചർ തിരിച്ച് ആ ഒരു റൂമിലേക്ക് വരുന്നതും ആ ഒരു സഹോദരൻ ഇപ്പോഴും കണ്ട ആ ഒരു പേടിയുണ്ടല്ലോ, അത് മാറിയിട്ടില്ല. ഓക്കെ, പഴയ മ്യൂസിക് പ്ലെയർ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ച് വീണ്ടും ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് ടീച്ചർ അത് വലിയ കാര്യമൊക്കാതെ ഹാളിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറിനടുത്തായിട്ട് തന്നെ തന്റെ സഹോദരനെ നിരീക്ഷിക്കാൻ വേണ്ടി ആ ഒരു റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊരു സ്ക്രീനിൽ ടീച്ചറിന് കാണാനും കഴിയും. എന്നിട്ട് ടീച്ചർ തന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എക്സാം നടത്തിയിരുന്നു. ആ ഒരു ആൻസർ ഷീറ്റിൽ ഇപ്പോൾ മാർക്കിടാണ്. ഇപ്പൊ അവരുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വയലറ്റ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ നല്ലതുപോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഈ ഒരു എക്സാമിൽ എന്തോ ഒരു കാരണം കൊണ്ട് അവൾ ഫെയിൽ ആയിപ്പോയി. അതുമല്ല നമ്മുടെ ടീച്ചറിനാണെങ്കിലും ആ ഒരു പെൺകുട്ടിയോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് അവൾക്ക് അത്യാവശ്യം ഒക്കുന്ന രീതിയിൽ മാർക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തന്റെ സഹോദരന്റെ റൂമിലുള്ള ആ ഒരു CCTV ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ സ്ക്രീനിൽ അതിലെന്തോ ഒരു ബ്ലർ പോലെ സംഭവിക്കുന്നു. പെട്ടെന്നത് ഓഫ് ആവുന്നതും ഇപ്പോൾ സഹോദരന്റെ റൂമിൽ നിന്ന് അവൻ അലറി വിളിക്കുന്ന ശബ്ദം കേട്ട് ആ ടീച്ചർ പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലും. റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ മാനേജർ പറഞ്ഞല്ലോ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാസ്റ്റർ കീ കാണാതെ പോയെന്ന്. ആ ഒരു മാസ്റ്റർ കീ ഈ സഹോദരന്റെ കയ്യിലിരിക്കും. ഇതെങ്ങനെ അവന്റെ കയ്യിൽ വന്നു എന്ന് ടീച്ചറിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു കീ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് അവന് സംസാരിക്കാൻ ഒട്ടും കഴിയത്തില്ലല്ലോ. എന്നാലും അവൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ചേച്ചി ഇവിടുന്ന് ഓടുന്നു മാത്രമാണ്. അപ്പൊ എന്തോ ഒരു കാര്യം സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ടീച്ചർ ആ റൂമിൽ നിന്ന് നേരെ വെളിയിലേക്ക് വരും. എന്നിട്ട് ആ ഒരു മെയിൻ ഡോർ അത് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഡോർ തുറക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ ടീച്ചറിന്റെ പിറകെ ആരോ ഉണ്ട്. എന്തോ ഒരു രൂപം വന്നിട്ട് നമ്മുടെ ടീച്ചറിന്റെ കാലിൽ പിടിച്ച് വലിച്ച് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മുടെ ടീച്ചർ ഒരു വിധത്തിൽ അതിനോട് ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സഹോദരന്റെ റൂമിനകത്തേക്ക് പോയിട്ട് ആ ഡോർ അങ്ങടയ്ക്കും. പക്ഷെ അവിടെയാണ് ഒരു കാര്യം, ഇപ്പോൾ സഹോദരൻ കിടക്കുന്നിടത്തേക്ക് നോക്കുമ്പോ ആഹാ, വേറൊന്നല്ല, നേരത്തെ തന്നെ ആ ഒരു സഹോദരനെ കൊന്നിരുന്നു. അവന്റെ ശരീരം മുഴുവൻ രക്തമായിട്ട് കിടക്കുന്നു. പെട്ടെന്ന് ആ ഒരു റൂമിന്റെ ഡോറ് വെളിയിലുള്ള ആരോ ഇടിച്ചു തുറക്കാനായിട്ട് ശ്രമിക്കുന്നതും ടീച്ചർ ഓടി വന്നിട്ട് ആ ഒരു ജനാല തുറന്ന് വെളിയിലേക്ക് നോക്കി ആരെങ്കിലും സഹായിക്കണേന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും സഹായിക്കാനായിട്ട്
അതിനുള്ളിൽ തന്നെ വെളിയിൽ നിന്ന് ആ ഒരാൾ ഡോർ ഇടിച്ച് അകത്തേക്ക് വരുന്നതും ടീച്ചർ പെട്ടെന്ന് കട്ടിലിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കും. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കീ ഉണ്ടല്ലോ അത് വെളിയിൽ കിടക്കുന്നു. അതെടുത്തു കഴിഞ്ഞാൽ അതെങ്കിലും കൊണ്ട് ഈ ഒരു ഡോറും തുറന്ന് രക്ഷപ്പെടാം എന്നുള്ള പ്ലാനില് ആ കീ എടുക്കാനായിട്ട് കൈ നീട്ടുന്നത് കൈയിലേക്ക് ഒരു പെൻസിൽ കുത്തിയിറക്കി ടീച്ചറിനെ കൊല്ലാനായിട്ട് വന്ന ആ ഒരാള് അവിടെ വെച്ച് തന്നെ ടീച്ചറിനെ കൊടൂരായിട്ട് കൊല്ലുകയും ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചേ. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഈ മൂവിയിലെ ഹീറോയുടെ പേര് ലോഗൻ എന്നാണ്. ഇപ്പോൾ ലോഗൻ തന്റെ 2 മക്കളായിട്ടുള്ള വയലറ്റ്, റോസ്, അതിൽ റോസിന് 7 വയസ്സും വയലറ്റിന് 14 വയസ്സും 2 പെൺകുട്ടികളെയും കൊണ്ട് ഈ ടീച്ചർ മരിച്ച ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടെ ജോലി അന്വേഷിച്ച് വരികയാണ്. ഇപ്പൊ ജോലിക്ക് വന്നിട്ട് എന്തായാലും മാനേജറിനെ കാണണം. അതിനു വേണ്ടിയിട്ട് ഈ 2 കുട്ടികളെയും താഴെ ഇരുത്തിയിട്ട് ഇപ്പോൾ വയലറ്റിനോട് പ്രത്യേകം പറയുന്നുണ്ട്, വയലറ്റ് നീന്റെ ശ്രദ്ധ എവിടെയും പോരുത്, നീ റോസിനെ നല്ലതുപോലെ നോക്കണം. ഹീറോ നേരെ ആ ഒരു മാനേജറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഹീറോ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോ ഒരു എക്സ് പോലീസാണ്. ഇതിനു മുന്നേ പോലീസായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ അപ്പാർട്ട്മെന്റിൽ ജോലി അന്വേഷിച്ച് വന്നത്. അപ്പൊ ആ മാനേജർ ചോദിക്കും, അല്ല നിങ്ങളുടെ പോലീസ് ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ മരണപ്പെട്ടു. അതുകൊണ്ട് തന്റെ 2 കുട്ടികളെ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, വേറൊന്നുമല്ല. ആ പോലീസ് ജോലിയിൽ നിൽക്കുമ്പോൾ അത് കാരണം എന്തെങ്കിലും പ്രശ്നം തന്റെ കുട്ടികൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോലീസ് ജോലി ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ സാധാരണ ഒരു ജോലി ചെയ്ത് ജീവിക്കാന്ന് ഹീറോ തീരുമാനിച്ചത്. അതുപോലെ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ടീച്ചർ എന്റെ മകൾ വയലറ്റ് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ്. അവര് പറഞ്ഞിരുന്നു ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീനില് നമ്മുടെ ടീച്ചറിനെ കുത്തിക്കൊന്നല്ലോ, ആ ടീച്ചർ പറഞ്ഞിട്ടാണ് ഹീറോ ഇപ്പൊ ഇവിടേക്ക് വന്നത്. പക്ഷെ ഈ ഒരു അപ്പാർട്ട്മെന്റിലെ അന്തരീക്ഷമെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ടീച്ചർ കൊല ചെയ്യപ്പെട്ട കാര്യം ഈ അപ്പാർട്ട്മെന്റിലെ മാനേജറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ വരുമ്പോഴത്തേക്ക് ഇവിടെ പോലീസ്, ആംബുലൻസ് ഇവരെല്ലാവരും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമല്ല ഹീറോ ഒരു എക്സ് പോലീസ് ആയതുകൊണ്ട് ആ ഒരു മാനേജർ ഹീറോയെ ഇവിടെ ജോലിക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഈ 2 കുട്ടികളുടെ അടുത്ത് കാണിക്കുമ്പോൾ വയലറ്റ്, റോസ്. ഇപ്പോൾ വയലറ്റ് താഴെ ഇരുന്ന് ബുക്ക് വായിക്കുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്തേക്ക് ഒരു മുത്തശ്ശി അവർ വളർത്തുന്ന നായനെ കൊണ്ടുവന്ന് വയലറ്റിനോട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷേ വയലറ്റിന്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവൾ ആരോടും അധികമായിട്ട് അങ്ങനെ അടുക്കത്തില്ല, സംസാരിക്കത്തില്ല. അതുകൊണ്ട് മുഖം ഒരു വല്ലാത്ത രീതിയിൽ വെച്ചിട്ട് നേരെ റോസിന്റെ അടുത്തേക്ക് വന്നിരിക്കും. അങ്ങനെ വയലറ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോസിന്റെ കയ്യിൽ ഒരു ബോൾ വെച്ച് കളിക്കുന്ന ഒരു ചെറിയ ഗെയിം ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു ജോക്കറിന്റെ ഫേസുള്ള ചെറിയൊരു സർക്കിള്, അതിനകത്താണെങ്കിൽ ഒരു 3 ബോളുണ്ട് ചെറിയ. അത് ഈ ജോക്കറിന്റെ 2 കണ്ണ്, അതേപോലെ തന്നെ വായ, ഇതിൽ ഓരോ കുഴികളും. അപ്പൊ ഈ ഒരു 3 ബോളുകളും അങ്ങനെ അനക്കി ഈ ഒരു കുഴിയിൽ ഇറക്കണം. അതാണ് ആ ഒരു ഗെയിം. അത് എപ്പോഴും നമ്മുടെ റോസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റോസ് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അപ്പാർട്ട്മെന്റിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ട്. അവിടെ നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട റോസ് അടങ്ങിയിരിക്കോ, ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ലേ. അവള് പെട്ടെന്ന് എഴുന്നേറ്റ് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നങ്ങ് പോകുന്നു. ഇതാണെങ്കിലോ വയലറ്റ് ശ്രദ്ധിക്കുന്നതുമില്ല. ഇതുപോലെയുള്ള സിനിമകളുടെ യഥാർത്ഥ പ്രശ്നം ഇതാണ്, ഈ കുട്ടികളെ നല്ലതുപോലെ നോക്കത്തില്ല. അവസാനം ടെൻഷൻ അടിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും. അങ്ങനെ റോസ് പതിയെ നടന്ന് ഒരു ഇരുട്ടിലേക്ക് കയറിയിട്ട് വെളിച്ചമുള്ള മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു വയസ്സായിട്ടുള്ള ആളിരിക്കുന്നു. അയാളും ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അയാളുടെ പേര് വാൾട്ടർ. ഇപ്പോൾ വാൾട്ടർ റോസ് അവിടെ വന്ന കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഒരു ചെറിയ കുട്ടിയെ നോക്കുന്ന നോട്ടമൊന്നുമല്ല നമ്മുടെ റോസിനെ അയാൾ നോക്കുന്നത്. അല്ല മോളെ, നീ ആരാ, എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ റോസ് ഇതുപോലെ തന്റെ പേര് റോസ് ആണെന്നും തന്റെ അച്ഛന് ജോലി അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നതെന്നും അവൾ പറയും. ഇതേ സമയം വയലറ്റിനെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ നടന്ന് അവിടെയുള്ള പടിക്കെട്ടിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ചെറിയ പയ്യനുണ്ട്. അവന്റെ പേര് കാളെന്നാണ്. ഇപ്പൊ അവന്റെ കയ്യിലൊരു ബോളും അത് ഭിത്തിയിലേക്ക് എറിഞ്ഞിട്ട് അവനിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. കൂടാതെ അവന്റെ അടുത്ത് സിഗരറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ വയലറ്റ് അവിടേക്ക് വന്നിട്ട് ഏയ് എനിക്കൊരു സിഗരറ്റ് തരുമെന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു സിഗരറ്റും വാങ്ങി അതും വലിച്ചിട്ട് അവനോട് നല്ല സൗഹൃദമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഈ മാനേജർ ജോലി കൊടുത്തല്ലോ, അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിലെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും ഇവിടേക്കാണ് നീ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ താഴേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരു മെക്കാനിക്കൽ റൂമുണ്ട്. അതിപ്പോ തുറന്നു കിടക്കുന്നു. ഇത് കണ്ട മാനേജർ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഹീറോ അത് കാണാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു റൂമിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും, നമുക്കറിയത്തില്ല. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് ഒരു കാലത്ത് ഇതൊരു വലിയ ബാങ്ക് ആയിരുന്നു. അതുകൊണ്ട് ഒരു 2-3 ബേസ്മെന്റ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ബേസ്മെന്റില് ഒരു വലിയ ഫർണസ് ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് വാൾട്ടർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരു വല്ലാത്ത മനുഷ്യനാണ്. അതുപോലെ ഫർണസിനടുത്തായിട്ട് ഒരുപാട് ചെറിയ കുട്ടികളുടെ ഫോട്ടോ എല്ലാം ഒട്ടിച്ചു വെച്ച് അയാൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്നെല്ലാം വാൾട്ടറിനെ പറ്റി പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് താമസിക്കായിട്ടുള്ള ആ ഒരു റൂം കാണിച്ചു കൊടുത്ത് ഇപ്പോൾ മാനേജർ അവിടെ നിന്ന് പോകുന്നതും ഹീറോ നേരെ മുകളിലേക്ക് വരും. എന്തിനാണ് തന്റെ കുട്ടികളെ വിളിക്കാൻ വേണ്ടി. അവിടെ വന്ന് നോക്കുമ്പോൾ രണ്ടുപേരെയും കാണുന്നില്ല.
അങ്ങനെ ഹീറോ മുകളിലേക്ക് വന്നിട്ട് 14, 7 വയസ്സുള്ള 2 പെൺകുട്ടികളെ നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എല്ലാവരോടും ചോദിക്കുമ്പോഴത്തേക്ക് ആരും അങ്ങനെ കണ്ടില്ല എന്ന് പറയും. ഇപ്പോൾ ഹീറോ ഡേയ്ജിൽ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അവൾ താമസിക്കുന്നത്. അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇതുപോലെ 2 പെൺകുട്ടികളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, 7 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടില്ല, പക്ഷേ ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടുതേ ആ പടിക്കെട്ടിനടുത്ത് ഇരിക്കുന്നെന്ന് പറയുന്നതും ഹീറോ പെട്ടെന്ന് അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇവിടെ സിഗരറ്റ് വലിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഹീറോ വയലറ്റിനെ വിളിച്ചിട്ട് ആ ഒരു പയ്യനോട് ചോദിക്കും, അല്ല ആരാ നീ, ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് സിഗരറ്റ് കൊടുക്കരുതെന്ന് നിനക്കറിയത്തില്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു വിട്ടിട്ട് വയലറ്റിന്റെ കയ്യിലുള്ള ആ ഒരു സിഗരറ്റും വാങ്ങി ദൂരേക്ക് എറിഞ്ഞിട്ട്, വയലറ്റ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, റോസിനെ നല്ലതുപോലെ നോക്കണമെന്ന്, ഇപ്പൊ അവളെവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താഴെ പടിയിൽ നിന്നും റോസിന്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഹീറോ പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് റോസിനോട് ചോദിക്കും, മോളെ നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ റോസ് താഴേക്ക് പോയിട്ട് വാൾട്ടറിനെ കണ്ടല്ലോ, അവിടെ വെച്ച് വാൾട്ടർ എന്തോ ഒരു കാര്യം റോസിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം റോസിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് റോസ് പറയും, അച്ഛാ നമുക്ക് എന്തായാലും ഈ ഒരു അപ്പാർട്ട്മെന്റ് വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ ഇപ്പോൾ മുകളിൽ നേരത്തെ കണ്ട ഡേയ്ജിൽ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് വയലറ്റിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നതും ഹീറോ താഴെ ഇരുന്ന് അവളെ നോക്കിയിട്ട് ഇതുപോലെ ദേ അതാണ് എൻ്റെ മകള് വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ഹീറോ വയലറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കും. കാരണം അവളടുത്ത് നിൽക്കുവാണല്ലോ. അങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ കഴിയുന്നതും ഇപ്പോൾ വാൾട്ടർ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുണ്ടല്ലോ, അയാളെ കാണിക്കുമ്പോൾ അയാളുടെ പിറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ളതുപോലെ. എന്താന്ന് വെച്ചാൽ അയാൾ താമസിക്കുന്ന ആ ഒരു റൂമിൽ മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ച് അതിന് പിറകിൽ ഒരുപാട് ഫോട്ടോസ് എല്ലാം വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളെല്ലാം ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ വാൾട്ടർ ഇവിടെ ഇരുന്ന ആ ഒരു മന്ത്രവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഈ അപ്പാർട്ട്മെന്റിൽ ഒരു നായ്ക്കുട്ടീനെ വളർത്തുന്ന ഒരു മുത്തശ്ശിയുണ്ടല്ലോ, അവരുടെ മുറിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ടീച്ചറിന്റെ റൂമിൽ ഇരുട്ടിൽ നിന്ന് ഒരാൾ വന്ന് ടീച്ചറിനെ അറ്റാക്ക് ചെയ്തത് എങ്ങനെയാണ്, അതുപോലെ ഈ ഒരു മുത്തശ്ശിയുടെ മുറിയിലേക്കും വന്നിട്ട് ആ മുത്തശ്ശിനെയും അവിടെ വെച്ച് കൊടൂരായിട്ട് കൊല്ലുന്നു. ഇപ്പൊ ആ ഒരു നായനൊന്നും ചെയ്യുന്നില്ല, അത് മാത്രമേ അവിടെ ഒറ്റയ്ക്കുള്ളൂ. ഇപ്പൊ ആ ഒരു നായനെ ആ ഒരു കൊലയാളി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ മുറിയിൽ കാണിക്കുമ്പോൾ അവന് താമസിക്കാൻ കൊടുത്ത ആ ഒരു മുറിയിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് 2 കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അങ്ങനെ എല്ലാവരും റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് റോസ് നോക്കുമ്പോൾ അവരുടെ റൂം ഡോർ ഉണ്ടല്ലോ, അതിലാരോ തട്ടുന്നു. അത് ഇവരറിയാതെ തുറക്കണമെന്നുണ്ടെങ്കിൽ റോസ് കുറെ നേരം അതിൽ തന്നെ നോക്കി നിൽക്കുന്നതും ഇത് കണ്ട ഹീറോ, എന്താ മോളെ നീ അവിടെ തന്നെ നോക്കി നിൽക്കുന്നേ എന്ന് പറഞ്ഞ് ഹീറോ വന്നിട്ട് ആ ഒരു ഡോർ തുറക്കുമ്പോൾ വെളിയിൽ നിന്ന് ആ ഒരു ഡോർ തുറക്കുന്ന ആരാന്നറിയോ, അത് വാൾട്ടർ. ഹേയ് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ വാൾട്ടർ പറയും, ഓ സോറി നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് സാധാരണ വന്ന് തുറക്കുന്നത് പോലെ ഇത് തുറന്നത്. ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മനസ്സിലായെന്നും പറഞ്ഞ് വാൾട്ടർ ഹീറോയോട് സംസാരിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നതും ഈ ഡോറ് പകുതിയിൽ അടയ്ക്കുമ്പോൾ തന്നെ വാൾട്ടർ ഇപ്പോഴും നമ്മുടെ റോസിന് ഒരു വല്ലാത്ത നോട്ടം. അങ്ങനെ നോക്കുമ്പോൾ റോസ് ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇപ്പൊ ഇയാൾ പറയുന്നതെല്ലാം കാണുമ്പോഴത്തേക്കും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഈ ഒരു അപ്പാർട്ട്മെന്റിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് കൊണ്ടുപോയിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഒരു കവർ നിറയെ പെൻസിലുകളുണ്ട്. ഇത് കണ്ടിട്ട് അതിലൊരു പെൻസിൽ നമ്മുടെ ഹീറോ എടുക്കുമ്പോഴത്തേക്കാണ് ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന വേറൊരാള്, അവന്റെ പേര് ജൂലിയോ എന്നാണ്. ഇപ്പൊ ജൂലിയോ ഹീറോയോട് പറയും, ഇതാ ഒരു ടീച്ചറിൻ്റെതാണ്, അവർ ഫാമിലി ആയിട്ട് മൊത്തത്തിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് മാറി പോയെന്നാണ് പറഞ്ഞത്. അവര് പോയപ്പോ സാധനങ്ങളെല്ലാം അവിടെ തന്നെ വിട്ടു, അതാണ് നമ്മളിപ്പോ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ ഇത് വെറും വേസ്റ്റ് അല്ലേ, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളാം പറയുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ജൂലിയനോട് പറയും, ആ ടീച്ചർ പോയോ, അയ്യോ അവര് വയലറ്റിന്റെ ക്ലാസ് ടീച്ചറാണ്. എന്തായാലും കുഴപ്പമില്ല, അവർ ഉപയോഗിക്കുന്ന ടേബിളും ചെയറും ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂമിൽ നിന്നും അത് നമ്മുടെ ഹീറോയുടെ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സാധനങ്ങളെല്ലാം താഴേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ വയലറ്റുമായിട്ട് സംസാരിച്ച ഒരു പയ്യനുണ്ടല്ലോ കാളെന്ന് പറഞ്ഞിട്ട്, അവൻ ഇപ്പോഴും ആ ഒരു പന്ത് വെച്ച് ചുമരിലെ ഇടിച്ച് അങ്ങനെ കളിക്കാണ്. ഇത് കാണുന്ന ഇവർ രണ്ടുപേരും, എടാ നിനക്ക് വേറെ ഒരു പണിയുമില്ലേ ഈ ഒരു ചുമരെല്ലാം വൃത്തിയേടാക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും സാധനങ്ങളുമായിട്ട് മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ മുറിയിലുള്ളത് വയലറ്റ് മാത്രമാണ്. അതുകൊണ്ട് ജൂലിയോ വന്ന് വയലറ്റിനോട് പരിചയപ്പെടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. നല്ല ഇരുട്ടുമ്പോഴത്തേക്കാണ് ഹീറോയുടെ കണ്ണിൽ ചെറിയൊരു വെളിച്ചം അടിക്കുന്നു. എന്താന്ന് വെച്ചാൽ അത് ആ ഒരു മുറിയുടെ ഡോർ തുറന്നു വെച്ച വെളിച്ചമാണ്. ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോൾ 2 കുട്ടികളിൽ റോസിനെ മാത്രം കാണാനില്ല. ഷെടാ കുട്ടിപ്പെണ്ണ് ഭയങ്കര കുരുത്തക്കേടാണല്ലോ. അങ്ങനെ ഹീറോ എഴുന്നേറ്റിട്ട് അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫർണസിന്റെ മുന്നിലായിട്ട് അങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്ന റോസിനെയാണ് ഹീറോ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ സാധാരണ പോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വാൾട്ടർ പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല ലോകൻ നിങ്ങളുടെ ചെറിയ മകള് റോസിനെ കാണാനില്ലല്ലോ, ഇപ്പൊ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അധികം അങ്ങനെ വെളിയിൽ പോകാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അത്ഭുതപ്പെട്ടിട്ട്, അല്ല എന്റെ മകളുടെ പേര് റോസാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹേയ് പേടിക്കണ്ട ലോകൻ, നിങ്ങളുടെ മകളാണ് എന്നെ കണ്ടത്, അവള് തന്നെയാണ് അവളുടെ പേര് റോസ് എന്ന് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന്, ഓ ഞാനറിയാതെ എന്റെ മകളെ കാണാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായോ എന്നുള്ള രീതിയിൽ ഹീറോ എഴുന്നേറ്റ് അയാളിങ്ങനെ നോക്കുന്നുണ്ട്.
അങ്ങനെ വാൾട്ടർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ആ ഒരു മാനേജർ വേറൊരു സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, എടാ നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആ ഒരു മുത്തശ്ശിയില്ലേ, അവര് വീട്ടിലില്ലാന്ന് തോന്നുന്നു. അവരുടെ നായ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട്. അയൽക്കാരെല്ലാം പരാതി പറയുന്നു, നീ ഒന്ന് ചെന്ന് നോക്കാൻ പറയുമ്പോൾ ആ സെക്യൂരിറ്റി പറയും, സോറി സാർ, ആ മുത്തശ്ശി ഇല്ലാത്ത സമയത്ത് വീടിനകത്തേക്ക് കയറിയാൽ പിന്നീട് അവർ വന്നിട്ട് സംസാരിച്ച് കൊല്ലും, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഹീറോ പെട്ടെന്ന് സെക്യൂരിറ്റിയോട് പറയും, ഏയ് നിങ്ങൾ പേടിക്കണ്ട, എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റിയും ഹീറോയും ഈ മുത്തശ്ശിയുടെ മുറിയുണ്ടല്ലോ അത് തുറന്നകത്തേക്ക് പോവാണ്. അകത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ മുത്തശ്ശീനെ കാണാനില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു മുത്തശ്ശി മരിച്ചതായിട്ട് ഒരു ചെറിയ തെളിവ് പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അറിയത്തില്ല. കണ്ട നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അവിടെ മുത്തശ്ശിയെ വേറൊരാൾ കൊന്നുവെന്ന്. അതുമല്ല ആ ഒരു മുത്തശ്ശിയുടെ വാക്കിംഗ് സ്റ്റിക്ക് അതവിടെ തന്നെയുണ്ട്. കാരണം എപ്പോഴും ആ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടാവും. ഇപ്പൊ ഇതെല്ലാം കണ്ട ഹീറോയ്ക്ക് നല്ല സംശയം. കാരണം അവൻ നേരത്തെ തന്നെ പോലീസിലായിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു സംശയത്തോടെയാണ് ഹീറോ ഇപ്പൊ ആ ഒരു റൂം മുഴുവൻ പരിശോധിക്കുന്നത്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു നായ്ക്കുട്ടിയെ കയ്യിലെടുത്തിട്ട്, എന്തായാലും വീട്ടിൽ ആ ഒരു മുത്തശ്ശിയില്ല, ഈ നായയാണെങ്കിൽ 2-3 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കാതെ കിടക്കാണ്, അവര് വരുമ്പോൾ ഇനിയിപ്പോ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഹീറോ ആ ഒരു നായ്ക്കുട്ടിയെ നേരെ താഴേക്ക് തന്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് റോസിന് കളിക്കാനായിട്ട് കൊടുക്കും. ഇത് കാണുന്ന റോസിന് നല്ല സന്തോഷമായി. അതുമല്ല വേറെ ഏതൊരു റൂമിൽ നിന്നും ഒരു കട്ടില് നമ്മുടെ റോസിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട വയലറ്റിന് നല്ല ദേഷ്യം വരും. കാരണം മൂത്ത മകളായിട്ടുള്ള തന്നെ എപ്പോഴും സ്നേഹിക്കാതെ വയലറ്റിനെയാണ് കൂടുതലായിട്ട് ഹീറോ സ്നേഹിക്കുന്നത്. എല്ലാം അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തോ, എനിക്കൊന്നും തരരുത്, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വയലറ്റ് നല്ലതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം സംസാരിച്ചിട്ട് വയലറ്റ് അവിടുത്തെ ലിഫ്റ്റിൽ കയറി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ലിഫ്റ്റിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ വയലറ്റ് താഴേക്ക് വരുന്നത് അതേപോലെ തന്നെ ഇവളോട് സംസാരിക്കുന്ന കാളെന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവൻ ഇപ്പോൾ വേറെ എവിടെ നിൽക്കാണ്. ആ ഒരു കാര്യം ഇതെല്ലാം വാൾട്ടർ എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുണ്ടല്ലോ അയാളുടെ കയ്യിലുള്ള ഒരു സ്ക്രീൻ വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രിയിലെ കാളെന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവന്റെ വീട്ടിൽ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അവന്റെ അമ്മ കിച്ചണിൽ നിൽക്കുന്നത് കൊണ്ട് കോളിനോട് പറയും, കാൾ നീ പോയിട്ട് ആ ഒരു ഡോർ തുറന്ന് ആരാന്ന് നോക്കാൻ പറയുമ്പോൾ അവൻ വന്നിട്ട് ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോഴത്തേക്കും വെളിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും കാണുന്നില്ല. പക്ഷെ കുറച്ച് ദൂരെയായിട്ട് എന്തോ ഒരു മ്യൂസിക് ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വയലറ്റ് ഉണ്ടല്ലോ, അവളിപ്പോൾ ഡെയ്ജിലുമായിട്ട് സംസാരിച്ച് നിൽക്കാണ്. അപ്പോ ഇതേ മ്യൂസിക് നമ്മുടെ ഡെയ്ജിലിനും കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡെയ്ജില് വയലറ്റിനെ അവിടെ നിർത്തിയിട്ട് അവളും ആ ഒരു മ്യൂസിക് കേൾക്കുന്നിടത്തേക്ക് നടന്നു വരുന്നതും ഇവിടെ കാളിനെ കാണിക്കുമ്പോൾ അവനിപ്പോ ആ ഒരു ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നടന്നു വന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ നടന്നു വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ കിടപ്പുണ്ട്. അതെടുത്ത് അവനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ പിറകിൽ ആരോ ഒന്ന് നിൽക്കുന്നു പെട്ടെന്ന്. അപ്പോൾ കാള് പതിയെ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരാളെ കണ്ടിട്ട് എന്ത് നീയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവനെ വലിച്ചെടുത്ത് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയാണ് കോളിനെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അവിടെ അത്രയും നേരം കേട്ടിരുന്ന ആ ഒരു മ്യൂസിക് ഇപ്പോൾ ഓഫ് ആവുന്നതും നമ്മുടെ ഡെയ്ജില് ആ ശബ്ദം കേൾക്കുന്നിടത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മ്യൂസിക് നിന്നതുകൊണ്ട് അവൾ അത് വലിയ കാര്യമൊക്കെ അത് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നിരുന്ന വയലറ്റിനെ കാണാനില്ല. പക്ഷെ ഇവിടെയാണ് നമുക്ക് തരുന്ന ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ കോള് അവിടെ നിന്നെടുത്ത ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഡ്രൈവർ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് ജോലിയോ എന്ന് പറഞ്ഞിട്ട് ഇതേ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ അവന്റെ കയ്യിലാണ്. ഇനി ഇതിനെല്ലാം കാരണം അവനാണോ അറിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോലീസുകാരെല്ലാം വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് കോളെന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കാണാനില്ല എന്ന് പറഞ്ഞ അവന്റെ അമ്മ പരാതി കൊടുത്തത് കൊണ്ടാണ് പോലീസുകാർ വന്നിട്ടുള്ളത്. ഇതേ സമയം ആ ഒരു മാനേജറിനെ കാണിക്കുമ്പോൾ അയാൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. ഇവിടെ ആര് മരിച്ചാലും കുഴപ്പമില്ല, ആര് കാണാതായാലും കുഴപ്പമില്ല, അയാൾക്ക് ഇതെല്ലാം നല്ല കാര്യമാണ്, ഒരാൾ ഒഴിഞ്ഞു കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് കൂടുതലായിട്ട് സംശയമുള്ളത് വാൾട്ടർ ഉണ്ടല്ലോ അവനെയാണ്. അതുപോലെ തന്റെ മകളുടെ ഫ്രണ്ട് കൂടിയാണല്ലോ ഈ ഒരു പയ്യൻ. അതുകൊണ്ട് അവളോട് കാര്യം പറയാന്ന് പറഞ്ഞ് നേരെ വന്നിട്ട് നമ്മുടെ വയലറ്റിനോട് ഈ ഒരു കാര്യം പറയുന്നതും അവൾക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ഒറ്റ ഫ്രണ്ട് മാത്രമാണ്. അവനും കൂടി പോയ ആ ഒരു വിഷമത്തില് അവൾ നേരെ ബാത്റൂമിലേക്ക് കയറിയിരുന്നു. അവന്റെ ഫോട്ടോ അവളുടെ ഫോണിലുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൾ കരയാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ പല ഭാഗങ്ങളും ഈ മോപ്പ് വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കാണ്. അങ്ങനെ വൃത്തിയാക്കി ആ ഒരു മെക്കാനിക്കൽ റൂം ഉണ്ടല്ലോ അതിന് വെളിയിലും വന്നിട്ട് വൃത്തിയാക്കിയിട്ട് ഇപ്പൊ ആ ഒരു റൂമിനകത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞ് അതിനടുത്തേക്ക് നടന്നു വരുമ്പോൾ അതിനകത്ത് നിന്നും ആ മാനേജർ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഹീറോയെ കണ്ടിട്ട് പറയും, ഏയ് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ ഒരു മെക്കാനിക്കൽ റൂമിലേക്ക് ഒരു കാരണവശാലും കയറരുതെന്ന്, നീ ഇവിടെ വൃത്തിയാക്കണ്ട വേറെ എവിടെയെങ്കിലും പോയി വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു വാൾട്ടറിനെ കാണിക്കുമ്പോൾ അയാൾ കുറെ ഇലകളും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ചെറിയ ഭരണിയിലേക്ക് ഇട്ട് വെള്ളമെല്ലാം ഒഴിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലെ ജൂലിയോ എന്ന് പറഞ്ഞ അവന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവനൊരു ചെറിയ പാർട്ടി റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയും തന്റെ 2 കുട്ടികളെ വിളിച്ച് മുകളിലേക്ക് വരും. അപ്പോൾ റോസ് ബാക്കി എല്ലാവരെയും കണ്ട് അവരുടെ ഇടയിലേക്ക് കളിക്കാനായിട്ട് പോകുന്നു. ഹീറോ വയലറ്റിനെയും കൂട്ടി ജൂലിയുടെ ഫാമിലി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്ന് വയലറ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ജൂലിയ ചോദിക്കും, അല്ല റോസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഓ അവൾ ഇവിടെ എവിടെയോ കളിക്കാനായിട്ട് പോയി, ഞാൻ പോയി പിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ അവളെ അന്വേഷിച്ച് പോകുന്നതും ഇതേ സമയം ഇവരെല്ലാവരും മുകളിൽ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഹീറോ അവന്റെ റൂമിലില്ല. ഈ തക്കം നോക്കി വാൾട്ടർ അവൻ കലക്കി വെച്ച ആ ഒരു മിക്സ്, ആ ഇലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുമായിട്ട് നേരെ ഇവരുടെ റൂം തുറന്ന് അതിനകത്തേക്ക് കയറും. എന്നിട്ട് അത് റോസിന്റെ ബെഡിനടിയിൽ ഇങ്ങനെ തേക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോ അവിടെ ആ ഒരു പാർട്ടി ഭയങ്കര ബോറാണെന്നും പറഞ്ഞ് 2 കുട്ടികളെ വിളിച്ചിട്ട് താഴേക്ക് വരുന്നു. അപ്പൊ ഇവര് താഴേക്ക് വരുന്ന ആ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന വാൾട്ടർ കേട്ടിട്ട് ഇപ്പൊ ആ ഒരു കട്ടിലിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കും ഇവര് കാണാതെ. അപ്പൊ ഇവര് 3 പേര് അകത്തേക്ക് കയറി വരുന്നതും ഇപ്പോ നമ്മുടെ റോസ് ഉണ്ടല്ലോ അവള് നേരെ ആ ഒരു കട്ടിലിനടുത്തേക്ക് വരുന്നതും വാൾട്ടർ തേച്ചു വെച്ച ആ ഒരു കാര്യം അതിന്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ നമ്മുടെ റോസിന്റെ ബോധം പോയി അവള് താഴെ വീഴുന്നു. ഇത് കണ്ട ഹീറോ ഓടി വന്നിട്ട് റോസിനെ പൊക്കിയെടുത്ത് അവളെ എങ്ങനെ മാറ്റിക്കിടത്തി ഇപ്പൊ ആ ഒരു ബെഡ് നോക്കുമ്പോഴത്തേക്കും അതിലെന്തോ ഒരു കാര്യം തേച്ചിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആ ഒരു ഇലയും കാര്യങ്ങളെല്ലാം അവൻ കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്യാതെ പറഞ്ഞാൽ അത് വെളിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഗ്യാപ്പില് വേറെ ആരും കാണാതെ ഇവരുടെ മുറിയിൽ നിന്ന് വാൾട്ടർ പതിയെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ കാര്യം നമ്മുടെ ഹീറോ നോട്ട് ചെയ്യും. അതുപോലെ ഇത് ചെയ്തത് വാൾട്ടർ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം എന്താണ് നമ്മുടെ ഹീറോ നേരെ വാൾട്ടറിനെ പോയി കണ്ടിട്ട് അവൻ എങ്ങനെ പിടിച്ചു നിർത്തി, ഇതേ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. പിന്നെ എന്റെ കുട്ടികളുടെ പിറകെ നീ വന്നു വരുത്, ഇന്നലെ എന്റെ റൂമിൽ കയറിയത് നീയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇതോടെ ഇത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെട്ട് പറയുമ്പോഴത്തേക്കും വാൾട്ടർ വല്ലാത്ത ചിരി ഹീറോയെ നോക്കി ചിരിക്കുകയാണ്. ഈ സമയം ഡേജിൽ അവിടേക്ക് വന്നിട്ട് അല്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഇപ്പോൾ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇവർ തമ്മിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ തിരിച്ച് തന്റെ റൂമിലേക്ക് തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ടീച്ചറും ഫാമിലിയും അവർ മരിച്ചതായിട്ട് ഈ ഫ്ലാറ്റിലുള്ള ആർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പൊ ആ ഒരു റൂമിലേക്ക് പുതിയ ആൾക്കാർ താമസനായിട്ട് വരുന്നുണ്ട്. അവരെ ആ ഒരു മാനേജർ അകത്തേക്ക് കൊണ്ടുവരുന്നതും ആ റൂം ക്ലീൻ ചെയ്യുന്നത് ഹീറോയും ജൂലിയറ്റും ആണ്. അങ്ങനെ അവർ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജൂലിയറ്റ് താഴെ രക്തമുണ്ടല്ലോ, രക്തക്കറ അത് കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ഈ കാര്യം കണ്ടിട്ട് ജൂലിയ നേരെ ചെന്ന് ആ ഒരു മാനേജറിനോട്, സാർ തറയിൽ രക്തക്കറ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഒരു മാനേജർ എന്താണ് ചെയ്യേണ്ടത് സാധാരണ, പക്ഷെ ഈ ഒരു മൊട്ട തലേന് അതൊന്നും ചെയ്യത്തില്ല. അയാൾ പറയും മര്യാദയ്ക്ക് അത് വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഫ്ലാറ്റിൽ വേറെ ആരും താമസിക്കാനായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഇതെല്ലാം കാണുന്ന ഹീറോയ്ക്ക് നല്ല സംശയമുണ്ട്, ഇനിയിപ്പോ ഈ ഒരു മാനേജർ തന്നെയാണോ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും കാരണക്കാരൻ, അതെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ. കൂടാതെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മെക്കാനിക്കൽ റൂമിൽ ആരും കാണാതെ പോയിട്ട് വരികയും ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് ആരെയും കയറാനും സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ ഒരു സംശയങ്ങളെല്ലാം ജൂലിയോടും പറഞ്ഞിട്ട് ഹീറോ അവനെയും കൂട്ടി നേരെ ആ ഒരു മെക്കാനിക്കൽ റൂമിലേക്ക് പോകും. എന്നിട്ട് രണ്ടുപേരും അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ സാധാരണ ആദ്യം കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇവർക്കൊന്നും കാണാൻ കഴിയത്തില്ല. പക്ഷെ അവിടെ അടുത്തായിട്ട് ചുമരല്ലേ ഒരു തടി ഇങ്ങനെ അടിച്ചു വെച്ചേക്കുന്നു. അത് പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു തടി മാറുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഹോളുണ്ട്. അതുവഴി ഈ സ്ത്രീകൾ പോകുന്ന റെസ്റ്റ് റൂം ഉണ്ടല്ലോ അതിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. എടാ കാമഭ്രാന്ത, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ആ ഒരു മാനേജർ ഈ മെക്കാനിക്കൽ റൂമിൽ ആരും കാണാതെ കയറി പോകുന്നത്. അപ്പൊ അതല്ലാതെ അവിടെ സംശയിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇതേ സമയം നമ്മുടെ വയലറ്റ് അവൾ ആ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റ് അവിടെ തന്നെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നു. അത് അനക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവളാകെ പേടിച്ച് ടെൻഷനായിട്ട് നിൽക്കുന്നതും ഇതെല്ലാം വാൾട്ടർ ഉണ്ടല്ലോ അവൻ കാണുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ പെൺകുട്ടിയെ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടും അവളെ സഹായിക്കാതെ വാൾട്ടർ അങ്ങനെ തന്നെ നോക്കി നിൽക്കാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഇപ്പോൾ എന്തോ ഒരു ബട്ടണിൽ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ലിഫ്റ്റിന്റെ മൊത്ത കൺട്രോളും വാൾട്ടറിന്റെ കയ്യിലാണ്. വയലറ്റ് ഏത് സ്വിച്ചിൽ പിടിച്ച് ഞെക്കിയിട്ടും അവൾക്കത് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ആ ഒരു ലിഫ്റ്റ് നേരെ വന്ന് നിൽക്കുന്നതോ വാൾട്ടറുള്ള ആ ഒരു ബേസ്മെന്റിലേക്ക്. അതുമല്ല ബേസ്മെന്റിലാണെങ്കിൽ നല്ല ഇരുട്ടുമുണ്ട്. ഇപ്പോ വയലറ്റ് അവളുടെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് ടോർച്ച് അടിച്ചിട്ട് ഹേയ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം പേടിച്ച് ഇങ്ങനെ ചോദിക്കുന്നതും വയലറ്റ് അങ്ങനെ പേടിച്ച് മുന്നിലേക്ക് നടക്കാണ്. പെട്ടെന്നാണ് പുറകിൽ വന്ന് നിന്ന വാൾട്ടർ ഉണ്ടല്ലോ അവനിപ്പോ വയലറ്റിനോട് പറയും, ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വരരുതെന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ലല്ലേ എന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നതും ഇത് കണ്ട വയലറ്റ് പെട്ടെന്ന് പേടിച്ചിട്ട് ആ ബേസ്മെന്റിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിപ്പോ ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു സീനാണ്. എന്താണെന്ന് വെച്ചാല് വാൾട്ടർ അവിടുന്ന് നടന്നു വരുന്നു. വയലറ്റ് ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു. അവൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ വെളിയിൽ തന്നെ നമ്മുടെ ഹീറോ നിൽപ്പുണ്ട്. ഇപ്പൊ ഈ ഒരു ജസ്റ്റ് മിസ് എന്നുള്ള അവസ്ഥയുണ്ടല്ലോ അതുപോലെ, സോറി വെളിയിൽ തന്നെയല്ല നമ്മുടെ ഹീറോ. വയലറ്റ് അവിടെ നിന്ന് മുകളിലേക്ക് ഓടി വരുമ്പോഴത്തേക്കാണ് ഹീറോയെ കാണുന്നത്. ഇപ്പോൾ ഹീറോയെ കണ്ടിട്ട് വയലറ്റ് പറയും, അച്ഛൻ ഞാൻ എത്ര തവണ പറഞ്ഞു
ഈ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് വേണ്ടാന്ന്, നിങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു അപ്പാർട്ട്മെന്റ് വളരെ മോശമാണ്, നമുക്ക് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അതുമല്ല വാൾട്ടർ തന്നെ ഫോളോ ചെയ്തെന്നുള്ള ഒരു കാര്യം കൂടി വയലറ്റ് പറയുന്നുണ്ടായിരുന്നു. ഇതുകൂടി കേൾക്കുന്നത് നമ്മുടെ ഹീറോ പറയും, ഇനി അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ജൂലിയോ എന്ന് പറഞ്ഞ അവനെയും കൂട്ടി മരണപ്പെട്ട ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവരുടെ വീടിനകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെന്നിട്ട് ഇവർ എടുക്കുന്നത് എന്താന്ന് വെച്ചാല് ആ മുത്തശ്ശിയുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ്. ആ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നമ്മുടെ മുത്തശ്ശിക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല. അപ്പോ ആ വാക്കിംഗ് സ്റ്റിക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് വേറെ എന്തോ ഒരു കാര്യമാണ് സംഭവിച്ചത് എന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുപോലെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മുടെ ഹീറോ സംശയിക്കുന്ന ആരെയാണ്? വാൾട്ടറിനെ. അതുകൊണ്ട് വാൾട്ടർ കൊലയാളിയാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ മതിയായിട്ടുള്ള തെളിവ് വേണം. അതിനു വേണ്ടിയിട്ട് ഇവർ ഈ ഒരു മുത്തശ്ശിയുടെ വാക്കിംഗ് സ്റ്റിക്ക് ഇവിടെ നിന്ന് എടുത്ത് നേരെ വാൾട്ടറിന്റെ മുറിയിലേക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇതുപോലെ ഒരു മുത്തശ്ശിയെ കാണാനില്ല, വാൾട്ടർ എന്ന് പറഞ്ഞ ആളെയാണ് സംശയിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പോലീസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു മുത്തശ്ശിയുടെ വാക്കിംഗ് സ്റ്റിക്ക് അതോടിച്ച് നേരെ വാൾട്ടറിന്റെ മുറിക്കകത്തേക്ക് പോവും. ജൂലിയനെ വെളിയിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ള കാര്യങ്ങൾ കണ്ട് ഹീറോയ്ക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ എന്തുപോലത്തെ ആളാണെന്ന് പോലും അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ആകെ അന്തം വിട്ട് നിൽക്കുന്നതും ഇപ്പോൾ വാൾട്ടർ അവന്റെ റൂമിലേക്ക് നടന്നു വരുന്നതും ഇത് കണ്ട ജൂലിയോ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് വാൾട്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട്, സാർ പൈപ്പ് ലീക്കായി പോയി, അത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, അതൊന്ന് പോയി ശരിയാക്കിയിട്ട് വരാൻ കഴിയോ, അർജന്റാണെന്ന് പറഞ്ഞിട്ട് വാൾട്ടറിനെ അവിടേക്ക് പറഞ്ഞുവിടും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോ ഇതുപോലെ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാൾട്ടറിന്റെ മുറിയിൽ വെച്ചിട്ട് പോലീസിനെ വിളിച്ച് പറയുന്നതും പോലീസ് അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന് വാൾട്ടറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. കാരണം തെളിവായിട്ട് ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് അവന്റെ മുറിയിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ എന്തായാലും വാൾട്ടറിന്റെ ശല്യം കഴിഞ്ഞു. അവനേതായാലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഡെയ്ജിലും ഈ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഹീറോ തന്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചത് എന്ന് ഡെയ്ജിലിനോട് പറയുന്നത്. അതൊരു ഫയർ ആക്സിഡന്റ് ആണ് സംഭവിച്ചത്. ഇവരുടെ വീട്ടിൽ തീ പിടിച്ചു. അപ്പോ വയലറ്റ് എങ്ങനെയോ വെളിയിലായിരുന്നു, പക്ഷെ ഉള്ളിലുണ്ടായിരുന്നത് അവന്റെ ഭാര്യയും റോസും. അങ്ങനെ രണ്ടുപേരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും റോസിനെ ഒരു വിധത്തിലെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ ആ ഒരു ദിവസം മുതലേ വയലറ്റിനും ഹീറോയോട് നല്ല ദേഷ്യമുണ്ട്. തന്റെ അമ്മയെ രക്ഷിക്കാത്തത് കൊണ്ടുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ, കുട്ടിയായതുകൊണ്ടാണ്. അതുപോലെ ഇത്ര നാളായിട്ടും ഒരു നല്ല അച്ഛനായിട്ട് അവളുടെ മുന്നിൽ നിൽക്കാനായിട്ട് ഹീറോ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ ഒരിക്കലും ആ ഒരു സ്വാതന്ത്ര്യം അവൻ അധികം അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഒരു കഥയെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഡെയ്ജിലിനും ഹീറോയോട് ചെറിയ ഇഷ്ടമെല്ലാം തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം നമ്മുടെ റോസ് ആ ഒരു ഫർണസിൽ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കി നിന്നിരുന്നല്ലോ. അങ്ങനെ നോക്കാൻ കാരണമേ അവളുടെ അമ്മ മരിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ്. ഓക്കെ, എന്തായാലും സമാധാനമായി, വാൾട്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയല്ലോ, അതുകൊണ്ട് പ്രശ്നമല്ല കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നുമല്ല, പോയ വാൾട്ടർ അതേപോലെ തന്നെ തിരിച്ചു വന്നു. എന്താന്ന് വെച്ചാൽ പോലീസുകാർക്ക് വാൾട്ടറിന്റെ മേലിൽ അധികമായിട്ടും വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ടും വാൾട്ടർ ആ മുത്തശ്ശിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടും ഇവർക്ക് വേറൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് വാൾട്ടറിനെ തിരിച്ചു തന്നെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇനിയിപ്പോൾ വാൾട്ടറിന്റെ കയ്യിൽ നിന്ന് തന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് 24 മണിക്കൂറും ഹീറോ തന്റെ 2 കുട്ടികളെ അവന്റെ കൂടെ നിർത്തി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവരെവിടെയും പറഞ്ഞു വിടത്തില്ല. പക്ഷെ വാൾട്ടറിന് ഒരു മാറ്റവും ഇല്ല. അവ തിരിച്ചു വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ, വീണ്ടും അതുപോലെ തന്നെ ആ ഒരു ഇലയും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ചെറിയ ഭരണിയിലിട്ടിട്ട് മന്ത്രം എല്ലാം പറഞ്ഞ് പിന്നെയും അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യുന്നു. അങ്ങനെ വയലറ്റ്, ജൂലിയോ, ഹീറോ ഇവരെല്ലാവരും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കാണ് അവിടേക്ക് വേറൊരു ലേഡി വരുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെ കണ്ടിട്ടാണ് പറയുന്നത്, എടാ നിങ്ങൾ രണ്ടുപേരെ അന്വേഷിച്ച് ഞാൻ എവിടേക്ക് പോയെന്നറിയോ, മുകളിലത്തെ റൂമിൽ എന്തോ ഒരു പ്രശ്നം, അതൊരാൾ പോയി നോക്കിയിട്ട് വരണം. ഹീറോ നീ തന്നെ മുകളിലേക്ക് പോകാൻ പറയുമ്പോൾ ജൂലിയെ പറയുമില്ല ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ പെണ്ണത് കേൾക്കുന്നില്ല. അവള് നമ്മുടെ ഹീറോയെ തന്നെ പറഞ്ഞു വിടുകയാണ്. കാരണം വേറെ ഒന്നല്ല, അവൾക്ക് നമ്മുടെ ജൂലിയെ ഇഷ്ടമായതുകൊണ്ട് അവനോട് കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹീറോയെ മുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഹീറോ ജൂലിയോട് പ്രത്യേകം പറയുന്നുണ്ട്, ദേ എൻ്റെ 2 കുട്ടികളെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ മുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഹീറോ മുകളിലേക്ക് പോകുന്നതും ജൂലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പെണ്ണിനെ കണ്ടിട്ട് അവളോടൊപ്പം ഈ കുട്ടികളെ രണ്ടുപേരെ നോക്കാതെ മറ്റൊരു മുറിയിലേക്ക് കയറി പോകുന്നു. ഇതേ സമയം വാൾട്ടറിനെ കാണിക്കുമ്പോൾ അവൻ ഈ ഒരു CCTVയിലൂടെ നോക്കുമ്പോൾ 2 കുട്ടികളും അവിടെ തനിച്ചാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാകും. അങ്ങനെ ഹീറോ മുകളിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കി തിരിച്ച് ലിഫ്റ്റ് വഴി താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ലിഫ്റ്റിൽ ഒരു ഇല കിടക്കുന്നത് ഹീറോ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി വാൾട്ടർ ഈ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടെന്ന്. കാരണം ഇതിനു മുന്നേ അവരുടെ റൂമിൽ ഇതുപോലെ ആ ഒരു മിക്സ് തേക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു ഇല കിട്ടിയിരുന്നല്ലോ. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഹീറോ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതുകൂടി ആവുന്നത് ഹീറോയ്ക്ക് നല്ല ടെൻഷനായി. അവൻ താഴേക്കാണ് പോയിട്ടുള്ളത്. തന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ച് ഓടി വന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും റോസിനെ കാണാനില്ല. അവിടെ വയലറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോസിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും വയലറ്റിനെ ഒറ്റയ്ക്കാകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് വയലറ്റിനെ വിളിച്ചിട്ട് നേരെ വാൾട്ടറിന്റെ മുറിയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ
റോസിനെയും കാണുന്നില്ല, അതേപോലെ തന്നെ വാൾട്ടറിനെയും കാണുന്നില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസ് അവളുടെ അമ്മയുടെ ഓർമ്മയിൽ ആ ഫർണസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നോക്കി നിൽക്കുമായിരുന്നല്ലോ. ഒരുപക്ഷെ അവൾ അവിടേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വയലറ്റിനെയും കൂട്ടി നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഫർണസ് കത്തിക്കുന്നിടത്തേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് വാൾട്ടർ അവിടെ തന്നെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫർണസിനുള്ളിൽ എന്തോ ഒരു കാര്യമായിട്ട് കത്തിച്ചിട്ട് അവൻ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അതുമല്ല, അവൻ എന്തൊക്കെയോ മന്ത്രങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും? എവിടെയാണ് എന്റെ മകളെന്ന് ചോദിച്ച് വാൾട്ടറിനെ അവിടെ വെച്ച് നല്ലതുപോലെ അടിക്കുന്നു. അവനാണെങ്കിൽ എന്തെങ്കിലും പറയോ? ഒന്നുമില്ല. അങ്ങനെ അടിച്ചടിച്ച അവസാനം വാൾട്ടറിന്റെ ബോധം പോയി അവൻ താഴെ വീഴുന്നു. അവൻ മരിച്ചോ ഇല്ലേന്നല്ല അറിയത്തില്ല, അമ്മാതിരി അടിയാണ് ഹീറോ അവനെ അടിക്കുന്നത്. ഇതെല്ലാം കണ്ട് പേടിച്ച വയലറ്റ് ആണെങ്കിലോ പെട്ടെന്ന് പേടിച്ചിട്ട് നേരെ മുകളിലേക്ക് ഡെയ്ജിലുണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് പോകും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ തന്റെ ദേഷ്യം കാരണം ഒരു കൊല ചെയ്തു എന്നുള്ള പേടിയില് കയ്യിലുള്ള രക്തമെല്ലാം കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് വന്ന് കൈ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആരെയാണോ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വാൾട്ടറിനെ അവ അടിച്ചു കൊന്നത്. അതേ ആള് നമ്മുടെ റോസ് ഉണ്ടല്ലോ, അവളിപ്പോ മുന്നിലോ നിൽക്കുന്നു. ഇത് കണ്ട ഹീറോ പതി അവളുടെ മുന്നിലേക്ക് ഇരുന്നിട്ട്, മോളെ നീ എവിടെയാ പോയത്? അച്ഛൻ പേടിച്ചു പോയി. നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കുമ്പോൾ റോസ് പറയും, അച്ഛൻ ഒരാൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു, എനിക്ക് നല്ല പേടിയായിപ്പോയി. അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. അച്ഛൻ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൽ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നതും ഇപ്പൊ നമ്മുടെ ജോലി ഉണ്ടല്ലോ ഒരു പെണ്ണുമായിട്ട് കുറച്ചു നേരം റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നിട്ട് അവനിപ്പോ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നു. അവനിപ്പോ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ 2 മക്കളെയും കാണാനില്ല. ഷടാ, കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്. ഇനിയിപ്പോ അവരെ രണ്ടുപേരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് അവൻ ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞ് ജൂലിയോ ഹീറോയുടെ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നതും അവിടെ ആ ഒരു നായ്ക്കുട്ടി മാത്രം ഒറ്റയ്ക്കിടന്ന് കരയാണ്. വീടിനകത്ത് ആരുമില്ലല്ലോ, അതുകൊണ്ട് ആ നായ്ക്കുട്ടീനെ തുറന്നു വിടാന്ന് വിചാരിച്ച് അവൻ ആ ഒരു കൂട് തുറന്നു വിടുന്നത് നായ്ക്കുട്ടി ആ ഒരു റൂമിനകത്ത് കിടന്ന് കറങ്ങുന്നു. പക്ഷെ ഇവിടെയാണ് ജൂലിയോ മറ്റൊരു കാര്യം കാണുന്നത്. ഒരു ബന്ധവുമില്ലാതെ ഒരു ചുവന്ന ബോള് ജൂലിയക്ക് കിട്ടുന്നുണ്ട്. ഈ ബോൾ ആരുടേതാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാളെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവന്റെ ബോളാണത്. അവൻ എപ്പോഴും ആ ഒരു ചുമരിൽ എറിഞ്ഞു കളിക്കുന്ന ഒരു ബോൾ ഉണ്ടല്ലോ, അത്. ഈ ബോൾ എങ്ങനെ നമ്മുടെ ഹീറോയുടെ മുറിയിൽ വന്നു എന്ന് അവൻ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ ജൂലിയെ വിളിച്ചിട്ട്, ജൂലിയോ നീ പെട്ടെന്ന് ആ ഒരു ഫർണസിന്റെ അടുത്തേക്ക് വരണം, അവിടെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഹീറോ ജൂലിയനെ വിളിക്കുന്നു. ഇതേ സമയം മാനേജറിന്റെ അടുത്തേക്ക് സൂപ്പർവൈസർ ആയിട്ടുള്ള ലേഡിയുണ്ട്. അവര് വന്നിട്ട്, സാർ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു കള്ളത്തരം നടന്നിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് എന്തോ ഒരു ഫയല് ആ മാനേജറിന് കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മുടെ ജൂലിയോ ഹീറോയെ കണ്ടിട്ട് ഹീറോ ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ജൂലിയോട് പറയും. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞാൻ അവനെ കൊന്നു എന്ന് പറഞ്ഞ് വാൾട്ടറിനെ അടിച്ചു കൊന്നല്ലോ. ആ സ്ഥലത്തേക്ക് ജൂലിയെ കൊണ്ട് ചെല്ലുന്നതും അവിടെ വാൾട്ടറിന്റെ ശരീരം കാണാനില്ല. അങ്ങനെയാണെങ്കിൽ വാൾട്ടർ മരിച്ചിട്ടില്ല, അവൻ രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ഹീറോ പറയും, ഇല്ല ജൂലി, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ജൂലിയോ ചോദിക്കും, ഓക്കെ അതൊക്കെ പോട്ടെ, ഇപ്പൊ എനിക്കൊരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്. ദേ ഈ ബോള്, അതും ആ കാണാതായിട്ടുള്ള ചെറിയ പയ്യന്റെ ബോള്, ഇത് നിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്, ഇതെങ്ങനെ അവിടെ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ മഷീട്ട് നോക്കിയാലും ഈ മൂവിയിലെ ട്വിസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെന്ന്. ദേ ഇവിടെ അത് റിവീൽ ആവാണ്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ആ സ്ഥലത്തേക്ക് നമ്മുടെ റോസ് നടന്നു വരുന്നു. അപ്പോൾ റോസിനെ കണ്ട ജൂലിയക്കാണെങ്കിലോ റോസ് ആരാണെന്ന് പോലും അറിയത്തില്ല. അല്ല ഇതേതാ ഈ ഒരു പെൺകുട്ടി? അല്ല മോളെ നീ ആരാ? നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ജൂലിയ ചോദിക്കുമ്പോൾ അവള് പറയും, എന്റെ പേര് റോസ്, ദേ എന്റെ അച്ഛനാണിതെന്ന് പറയുന്നതും, അല്ല നിന്നെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ജൂലിയോ പറയുന്നതും ഇവിടെയാണ് നമ്മുടെ റോസ് പറയുന്നത്, അതങ്ങനെയാണെങ്കിൽ ഒരാളുടെ സമയം എപ്പോഴാണോ ആവുന്നത് അപ്പോഴും മാത്രമേ അവരുടെ കണ്ണിലെ എന്നെ കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് പറയുന്നതും ജൂലിയോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ റോസ് ഒരു കാര്യം ചെയ്യുന്നത്. അവളുടെ കയ്യിൽ ഒരു ബോൾ ഗെയിം കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു കളിപ്പാട്ടം, അത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കാണ്. എന്നിട്ട് ആ ഒരു 3 ബോളും ഈ 2 കണ്ണിലും അതേപോലെ തന്നെ വായിലും അവൾ കറക്റ്റ് ആയിട്ട് വെക്കുന്നതും ഇപ്പോ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇതേ മ്യൂസിക്കാണ് കാളെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ മരിക്കുന്നതിന് മുന്നേ അവന് കേട്ടത്. ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാല് ഈ മ്യൂസിക് കേൾക്കുന്നതും അത്രയും നേരം നോർമലായിട്ടിരുന്ന ഹീറോ പെട്ടെന്ന് ഒരു സൈക്കോയെ പോലെ ആയിട്ട് മാറി ആ കത്തിയെടുത്ത് ജൂലിയുടെ കഴുത്ത് ഭയങ്കരമായിട്ട് ആർത്ത് അവനെ അവിടെ വെച്ച് കൊല്ലുന്നു. അട ഗൊമ്മാലെ, ഇതുപോലൊരു കാര്യം സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോ ഹീറോ റോസിനോട് ചോദിക്കും, എന്തിനാ മോളെ എന്റെ കൈ കൊണ്ട് ഇവനെ നീ കൊല്ലിച്ചത്? അവൻ എന്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുമ്പോൾ റോസ് പറയും, ഞാൻ എന്ത് ചെയ്യാനാണ്, അവനെല്ലാം സത്യവും മനസ്സിലായതുകൊണ്ടല്ലേ വേറെ വഴിയില്ലാതെ നമുക്ക് അവനെ കൊല്ലേണ്ടി വന്നത് എന്ന് റോസും ഒരു കുട്ടി വില്ലിയെ പോലെ സംസാരിക്കാണ്. അങ്ങനെ ഇതേ സമയം മുകളിലെ നമ്മുടെ വയലറ്റിനെ കാണിക്കുമ്പോൾ അവളിപ്പോ ഡെയ്ജിലിനോട് സംസാരിക്കുവാണല്ലോ. അവളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഡെയ്ജിലിനോട് പറയുമ്പോഴത്തേക്കാണ് ഓരോ ടെസ്റ്റായിട്ട് ഇവിടെ റിവീൽ ആവുന്നത്. ഇപ്പോ വയലറ്റ് റോസിന്റെ ഒരുപാട് ഫോട്ടോസ് ഡെയ്ജിലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയ്ജിൽ പറയും, ഇത് നിന്റെ സഹോദരിയാണല്ലോ, കാണാൻ നല്ല രസമുണ്ടെന്നെല്ലാം പറയുമ്പോൾ അതെ, ഇത് അവളുടെ ഫ്യൂണറലിന് മുന്നേ
എടുത്ത ഫോട്ടോസാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ഫ്യൂണറല്ലോ. എന്നിട്ട് മറ്റൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിലുള്ള ഫോട്ടോയിലും നമ്മുടെ റോസിനെ പോലെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് റോസ് അല്ല, അത് വയലറ്റ് ആണ്. എന്താന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ട്വിൻസ് ആണ്. അതിപ്പോ എടുത്തതല്ല, 7 വർഷങ്ങൾക്ക് മുന്നേ എടുത്തത്. അപ്പൊ ഇത് കേട്ട ഡെയ്ജിലിനൊന്നും മനസ്സിലാവുന്നില്ല. അവള് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണോ? അതെ, ട്വിൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരുപോലെയല്ലേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഡെയ്ജിൽ ചോദിക്കും, അല്ല നിന്റെ അച്ഛൻ പറഞ്ഞത് നിനക്ക് 14 വയസ്സും റോസിന് 7 വയസ്സാണെന്നുമാണ്, പിന്നെങ്ങനെ നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആവും എന്ന് തല പുകഞ്ഞിട്ട് ഡെയ്ജില് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെ താഴെ ആ ഒരു ഫർണസിനടുത്ത് നമ്മുടെ മാനേജർ നടന്നു വരുന്നു. അവന്റെ കയ്യിലൊരു പേപ്പറും ഉണ്ട്. മാനേജർ നേരെ ഹീറോയുടെ മുന്നിലേക്ക് വന്നിട്ടാണ് അയാള് പുതിയൊരു ടെസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്. ഹീറോ ഇവിടെ ജോലിക്ക് വരുമ്പോഴത്തേക്കും എന്തു പറഞ്ഞാണ് വന്നത്, താനൊരു എക്സ് പോലീസാണെന്നാണ്. പക്ഷെ ഒരിക്കലും ഹീറോ അങ്ങനെ ഒരു പോലീസേ അല്ല, അത് വെറും കള്ളമായിരുന്നു. അവന്റെ റെസ്യൂമിൽ അതുപോലെ ഫേക്ക് ആയിട്ട് അടിച്ചിട്ടാണ് ഇവരുടെ കയ്യിൽ കൊടുത്തത്. ആ ഒരു സൂപ്പർവൈസർ ലേഡിയാണെങ്കിലും നേരത്തെ കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു ഫോം അത് പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ ഹീറോയെ പറ്റി അന്വേഷിച്ച് ഇവർ കൊടുത്തൊരു ഫോമായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയെ വഴക്ക് പറയാന്ന് പറഞ്ഞിട്ട് താഴേക്ക് വന്ന മാനേജര് ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഹീറോ നേരത്തെ കൊന്ന ജൂലി ഉണ്ടല്ലോ, അവനെ ആ ഒരു ഫർണസിനകത്തിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. ഇത് മാനേജർ കാണുന്നതും ഇപ്പോൾ മാനേജർ നോക്കുമ്പോൾ അടുത്തുള്ള നമ്മുടെ റോസിനെ മാനേജറിന് കാണാൻ കഴിയും. അപ്പൊ എന്താണ്, റോസ് വെട്ടുന്ന അവളുടെ അച്ഛനോട് പറയും, അച്ഛാ സമയമായി, അവനെ കൂടി കൊന്നേക്കെന്ന് പറയുന്നതും ഇപ്പോ ഹീറോ ആ ഒരു മാനേജറിനെ കൊല്ലാൻ വേണ്ടി അയാളുടെ പിറകെ പോകുന്നു. ഇതേ സമയം മുകളിൽ വയലറ്റ് ഡെയ്ജിലിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അതെ, ഞങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആയിരുന്നു. അതുപോലെ എന്റെ അച്ഛൻ നിങ്ങളോടൊരു കഥ പറഞ്ഞില്ലേ, എന്റെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം, അതൊരു ഫയർ ആക്സിഡന്റില്ലേ. അന്ന് എന്റെ അമ്മ മാത്രമല്ല മരിച്ചത്, അന്ന് അമ്മയോടൊപ്പം തന്നെ എന്റെ ട്വിൻ സഹോദരിയായിട്ടുള്ള റോസും മരിച്ചു എന്ന് പറയുന്നതും ഇത് കേട്ട് ഡെയ്ജിൽ പേടിച്ചു പോവും. അതുപോലെ ഈ ഒരു സംഭവം നടന്നിട്ട് 7 വർഷമായെന്ന് പറയുമ്പോൾ അപ്പോൾ ഡെയ്ജിൽ ചോദിക്കും, അല്ല നിന്റെ സഹോദരി എങ്ങനെയാ മരിച്ചത്? നിന്റെ അച്ഛൻ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന അന്ന് മുതൽ തന്നെ റോസിനെ പറ്റി എപ്പോഴും പറയുമായിരുന്നു, പിന്നെ എങ്ങനെ അവള് മരിച്ചു നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ വയലറ്റ് പറയും, അതെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണെന്നറിയോ, എന്റെ സഹോദരി റോസ് മരിച്ചതിന് ശേഷം എന്റെ അച്ഛന് മാത്രം അവളെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നതിന് ശേഷം വാൾട്ടറിലെ അയാൾക്കും എന്റെ സഹോദരിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഡേജിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും താഴെ ആ ഒരു മാനേജര് ഓടി ഓടി അവസാനം റോസിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ റോസ് എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരാളെ കൊല്ലുന്നതിന് മുന്നേ ആ ഒരു ഗെയിം കളിക്കുമല്ലോ, അതുപോലെ ആ ഒരു ബോൾ വെച്ചിട്ട് ഗെയിം കളിക്കുന്നതും ഗെയിം കളിച്ച് തീരുമ്പോൾ തന്നെ ആ ഒരു മ്യൂസിക്കും പ്ലേ ആവുന്നു. പെട്ടെന്ന് പുറകിൽ വന്ന ഹീറോ അവന്റെ കയ്യിലുള്ള ചുറ്റിയിലെടുത്തിട്ട് ആ ഒരു മാനേജറിന്റെ തലയിലടിച്ച് അയാളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന റോസ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യക്കുട്ടിയല്ല, അതൊരു പ്രേതക്കുട്ടിയാണ്. അതുമല്ല വയലറ്റ് ഡെയ്ജിലിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതും പ്രേതമായിട്ടുള്ള റോസിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വയലറ്റിനെ കാണിക്കുമ്പോൾ വയലറ്റ് പറയും, അതെ റോസ് മരിക്കാൻ കാരണവും എന്റെ അമ്മ മരിക്കാൻ കാരണവും റോസ് തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് സംഭവിച്ചെന്ന് വെച്ചാല് അന്ന് റോസിനും വയലറ്റിനും 7ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. അന്ന് നമ്മുടെ റോസ് എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഇവരുടെ അമ്മ റോസിന് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുത്തു. ആ ദേഷ്യത്തിലാണ് റോസ് അവരുടെ വീടിന് തീ വെച്ചത്. ഇത് സത്യത്തിൽ വയലറ്റിനും അറിയാമായിരുന്നു, അവളും കൂടെ തന്നെ ഉണ്ട്. പക്ഷേ വീട് കത്തിക്കുമ്പോഴത്തേക്കും വീടിനകത്ത് അമ്മയുണ്ടെന്നുള്ള കാര്യം മാത്രം വയലറ്റിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ മരിച്ചതിന് ശേഷം വയലറ്റ് തന്റെ അച്ഛനോട് റോസാണ് ഇതുപോലെ വീട് കത്തിച്ചത് എന്നുള്ള കാര്യം പറയുന്നതും തന്റെ ഭാര്യയെ തന്നെ തന്റെ മകളെ കൊന്നുള്ള ആ ഒരു ദേഷ്യത്തില്. അതുപോലെ ആ ഒരു സമയത്ത് റോസിന് 7 വയസ്സ്. 7 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി ഇതുപോലൊരു കാര്യം ചെയ്തു എന്നും പറഞ്ഞിട്ട് ഹീറോ റോസിനെ അവളുടെ കഴുത്ത് തിരിച്ച് ജനാല വഴി താഴേക്കിട്ട് അവളെയും കൊല്ലുമായിരുന്നു. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഹീറോയ്ക്ക് ഒരു കുറ്റബോധം, തന്റെ മകളെ താൻ തന്നെ കൊന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം അതിനുശേഷം നമ്മുടെ ഹീറോയോടൊപ്പം മരിച്ചുപോയ റോസ് ഒരു പ്രേതമായിട്ട് തന്നെ അവനോടൊപ്പം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതുമല്ല റോസ് ഒരു സൈക്കോ പെൺകുട്ടിയും കൂടിയായിരുന്നു. തന്റെ അച്ഛനുള്ള ആ ഒരു കുറ്റബോധം കാരണം അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനെ ഉപയോഗിച്ച് തന്നെ അവൾ ചെയ്യുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ റോസിന് കൂടുതലായിട്ടും ദേഷ്യം വയലറ്റിനോടാണ്. റോസാണ് വീടിന് തീ വെച്ചെന്നുള്ള കാര്യം പറഞ്ഞതേ വയലറ്റ് ആണല്ലോ. അതുകൊണ്ട് വയലറ്റിനോടുള്ള ആ ഒരു ദേഷ്യം കാരണം അവളോട് ആരൊക്കെ നല്ലതുപോലെ ഇടപഴകി സുഹൃത്താവുന്നോ അല്ലെങ്കിൽ സുഹൃത്താവാൻ ശ്രമിക്കുന്നോ അവരെ എല്ലാവരെയും അവളുടെ അച്ഛനെ വെച്ച് തന്നെ റോസ് കൊല്ലുകയും ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് മരിച്ച ആ ഒരു ടീച്ചറുണ്ടല്ലോ, അവര് മരിക്കുന്നതിന് മുന്നേ നമ്മുടെ വയലറ്റിനോട് അവർക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു മാർക്ക് ഷീറ്റിലെ അവളെ പാസ്സാക്കി വിടാനായിട്ട് മാർക്ക് കൂട്ടിയിട്ടത്. ഈ കാര്യം റോസിന് അറിയാം. അതുകൊണ്ടാണ് അന്ന് ആ ടീച്ചറിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി റോസിന്റെ അച്ഛനെ വെച്ചിട്ട് അവൾ ആ ഒരു ടീച്ചറിനെയും കുടുംബത്തെയും കൊന്നത്. അങ്ങനെ ആ ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹീറോയും കൂട്ടി റോസ് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ താമസിക്കാനായിട്ട് വന്നത്. അത് കഴിഞ്ഞ് വയലറ്റിനോട് കോളെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനുണ്ടല്ലോ അവ സുഹൃത്തായി. അതുകൊണ്ട് ആ ഒരു പയ്യനെയും
തൻ്റെ അച്ഛനെ വിട്ട് റോസ് കൊല്ലുകയും ചെയ്തു. പിന്നീട് ആ ഒരു മുത്തശ്ശിയുണ്ടല്ലോ, അവരെ കൊല്ലാൻ കാരണം വേറൊന്നല്ല, അവരുടെ നായ്ക്കുട്ടീനെ റോസിന് ഇഷ്ടപ്പെട്ടു. അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മുത്തശ്ശിയെ കൊന്നത്. അപ്പോൾ നമ്മുടെ വയലറ്റിനെ അറിയാൻ തൻ്റെ സഹോദരിക്ക് തന്നോട് ഇങ്ങനെ ഒരു ദേഷ്യമുണ്ടെന്നും താൻ ആരോട് സുഹൃത്തായാലും അവരെല്ലാവരെയും റോസ് കൊല്ലുമെന്നുള്ള കാര്യം വയലറ്റിന് അറിയാവുന്നതുകൊണ്ടാണ് അവൾ ആരോടും മിണ്ടാതെ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വയലറ്റ് ഡെയ്സിലിനോട് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ റോസിന്റെ ആത്മാവ് ഡെയ്സിലിന്റെ വീടിനകത്ത് വന്നിട്ടുണ്ട്. അതുമല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയ്ജിലിനും റോസിനെ ഇപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ എന്താണ് സംഭവം? അടുത്തതായിട്ട് ഡെയ്ജിൽ മരിക്കാൻ പോവാണ്. ഇപ്പൊ ഇതിനെപ്പറ്റി ഡെയ്ജിൽ പറയുമ്പോഴത്തേക്കും വൈറ്റ് പറയും, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്റെ സഹോദരിയെ എപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അപ്പോഴും തന്നെ എന്റെ അച്ഛൻ വന്നിട്ട് നിങ്ങളെ കൊല്ലും, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് പറഞ്ഞ് വയലറ്റ് ഇപ്പോൾ ഡെയ്ജിലിനെയും വിളിച്ചിട്ട് നേരെ ലിഫ്റ്റിലേക്ക് വന്ന് ഇവര് രണ്ടുപേരും ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് പോകും. എന്നിട്ട് അതുവഴി രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കഴിയുന്നില്ല. എന്താന്ന് വെച്ചാല് അതിനു മുന്നേ തന്നെ ഹീറോ ഇവരുടെ മുന്നിലേക്ക് വരും. ഇപ്പോൾ ഹീറോയ്ക്ക് ആവശ്യം തന്റെ മകൾ റോസ് ആവശ്യപ്പെട്ടതുപോലെ ഡെയ്ജിലിനെ കൊല്ലണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വയലറ്റിനോട് അവന് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഡെയ്ജിലിനെ കൊല്ലാൻ വേണ്ടി ഹീറോ അവളുടെ പിറകെ തന്നെ പോകുന്നതും ഇപ്പൊ കറക്റ്റ് സമയത്ത് മാസായിട്ട് വാൾട്ടർ ഉണ്ടല്ലോ, അവൻ ഇപ്പൊ ഇതിന്റെ ഇടയിലേക്ക് കയറി നമ്മുടെ ഹീറോയെ അടിച്ചങ്ങ് താഴെക്കിടും. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഈ ഒരു മൂവി തുടങ്ങിയത് മുതൽ അവസാനം വരെയും വാൾട്ടർ വില്ലനാണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പക്ഷെ അവൻ ഒരിക്കലും വില്ലനല്ല. അവൻ ഈ മന്ത്രവാദവും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് തുടക്കം മുതൽ തന്നെ നമ്മുടെ റോസിനെ അവന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവൻ അറിയാം റോസ് ഒരു പ്രേതമാണെന്ന്. അങ്ങനെ അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ മന്ത്രവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു പേസ്റ്റ് കൊണ്ടുവന്ന് ഇവരുടെ റൂമിൽ വെക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് റോസിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും സാധിച്ചില്ല. അങ്ങനെ നമ്മുടെ ഹീറോയെ അടിച്ചിട്ടിട്ട് അവൻ വീണ്ടും ആ ഒരു ഇലയും വെള്ളവും എല്ലാം മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു കാര്യം അതെടുത്ത് റോസിന്റെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും അവളിപ്പോൾ മയങ്ങി താഴെ വീഴുന്നു. അങ്ങനെ റോസിനെ പിടിച്ച് സെന്ററിലേക്ക് കിടത്തിയിട്ട് ഇപ്പോൾ റോസിനെ ഇല്ലാതാക്കാൻ പോവാണ്. എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കിളിനുള്ളിൽ അവളെ എങ്ങനെ കിടത്തി അവളുടെ രണ്ട് കൈയിലും ആണിയടിക്കും. അത് കഴിഞ്ഞ അവസാനം അവളുടെ തലയിലേക്ക് കൂടി ആണിയടിച്ചാലേ അവള് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. അങ്ങനെ അവളെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും റോസ് ഒരു പ്രേതമാണെങ്കിലും 7 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ, അത്ര മാത്രമേ ഉള്ളൂ അവള്. ഇത് കണ്ട ഡെയ്ജിൽ അവൾക്ക് എന്തോ ഒരു വിഷമം തോന്നും. ഒരു ചെറിയ കുട്ടിയാണ്, അവൾ ഇതുപോലെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് പ്രേതമാണെങ്കിലും അതെല്ലാം കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയാതെ ഓടി വന്ന് നമ്മുടെ വാൾട്ടറിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. പാവം വാൾട്ടർ മരിച്ചവിടെ വന്ന് വീഴുകയും ചെയ്യുന്നു. ഷെടാ, ഈ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴും നമ്മുടെ വാൾട്ടർ മരിച്ചിട്ടില്ല. ഇപ്പോൾ റോസ് രക്ഷപ്പെട്ട് എഴുന്നേൽക്കുന്നതും വാൾട്ടർ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഹീറോ ഒരു കത്തി കൊണ്ടുവന്നിട്ട് വാൾട്ടറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഇപ്പോഴാണ് വാൾട്ടറിനെ പൂർണ്ണമായിട്ട് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഡെയ്ജിലിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് റോസ് അങ്ങ് തടയും. ഇല്ലച്ച, വേണ്ട, അവരെ കൊല്ലണ്ടെന്ന് പറയും. കാരണം എന്താണ്? റോസിനെ ഇപ്പോൾ വാൾട്ടറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഡെയ്ജിലാണല്ലോ. അതുമല്ല, റോസ് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ആവശ്യപ്പെട്ടത് എന്താണ്? എനിക്കൊരു അമ്മയെ വേണമെന്നാണ്. അതുകൊണ്ട് ഇവർ തന്നെ എൻ്റെ അമ്മയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ ഡെയ്ജിലിനും വേറെ വഴിയില്ല. ഈ ഒരു സൈക്കോ ഹീറോയും അതേപോലെ തന്നെ പ്രേതക്കുട്ടിയും പിന്നെ നോർമലായിട്ടുള്ള നമ്മുടെ വയലറ്റ് ഈ ഒരു കുടുംബത്തിനോടൊപ്പം പോവാതെ ഇനി വേറെ വഴിയില്ല അവൾക്ക്. അതുമല്ല, നമ്മുടെ ഡെയ്ജിലിന് ഹീറോയെ കുറിച്ച് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കുടുംബത്തോടൊപ്പം ചേരാനായിട്ട് അവൾ സമ്മതിച്ച് അവസാനം ഇവർ 4 പേരും ഒരുമിച്ച് നടന്ന് ആ ഒരു അപ്പാർട്ട്മെന്റ് വിട്ട് വെളിയിലേക്ക് പോകുന്നതും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി അതിലേ നടന്നു വരുന്നുണ്ട്. അയാൾ നടന്നു വരുമ്പോൾ അയാളുടെ കണ്ണില് ഇവരെ 3 പേരെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഇവർ 4 പേരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ചോദിക്കുന്നത് അത് റോസിനോട്, മോളെ ഇപ്പോൾ കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കിനി സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചിടുകയും ചോദിക്കുമ്പോൾ ഇവിടെയാണ് സൈക്കോ റോസ് ഒരു കാര്യം പറയുന്നത്, എവിടെ കഴിയാനായിട്ട്, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വോയിസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പനിയായിട്ടിരുന്ന് സംസാരിക്കുന്നത് പോലെ എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. കാരണം ഇന്നലെ ഈ ഒരു മൂവി കണ്ടു തീർത്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഇതിനു മുന്നേ തന്നെ നിങ്ങളോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അലർജിയുടെ പ്രശ്നമുണ്ടെന്ന്. അത് കാരണം തുമ്മി രാവിലത്തെ പകുതി സമയം അങ്ങനെ തന്നെ പോയി. അതുകൊണ്ട് ശബ്ദം ഭയങ്കരമായിട്ട് പോയി. സാധാരണ ഇതുപോലെ തുമ്മൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം തന്നെ പോകുന്നതാണ്. ഇന്നും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു മൂവി ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഓക്കെ, എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു നല്ലതുപോലെ വോയിസിനൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇതായിരുന്നു പ്രശ്നം. ഇതുപോലെ അലർജി ഉള്ളവർക്ക് അറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥകൾ കൊണ്ടുവരാനായിട്ട് ഞാനും തയ്യാറാണ്.
അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.